ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകൻ? ഈ ഒരു ചോദ്യമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഉള്ളിൽ മൊത്തമുള്ളത്. ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുണ്ടായിരുന്ന മിഖാൽ സ്റ്റഖ്രിയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയപ്പോൾ തൊട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകൻ ആരാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് കുറേയധികം റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടി.ജെ. പുരുഷോത്തമനും തോമസ് ഷോസിനും ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ റെസ്റ്റ് ഓഫ് ദ മാച്ച്, അതായത് ബാക്കിയുള്ള മത്സരങ്ങൾ പരിശീലിപ്പിക്കാനായിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ISL തന്നെ വൺ ഓഫ് ദ എക്സ്പീരിയൻസ്ഡ് പരിശീലകരിൽ ഒരാളായിട്ടുള്ള ISL ഇത്രമാത്രം ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള പരിശീലകരിൽ ഒരാളായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് അബാസ് എന്ന് പറയുന്ന പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലെ മാനേജ്മെൻറ്റും അന്റോണിയോ ലോപ്പസ് അബാസുമായിട്ടുള്ള ചർച്ചകൾ ഇന്നലെ നടന്നു എന്ന് ഇങ്ങനെയുള്ള റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ നിലവിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പരിശീലനം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം ഒരു സംശയം കൂടാതെ പറയാൻ സാധിക്കും. നിലവിലെ ഇന്റർകാശിയുടെ പരിശീലകനാണ് ഇദ്ദേഹം എങ്കിൽ പോലും ലീഗ് മത്സരങ്ങൾ അവസാനിക്കാനായിട്ട് ഇനി അധികം ഐ ലീഗ് എന്ന ടൂർണമെൻറ്റ് അവസാനിക്കാനായിട്ട് ഇനി വലിയ മത്സരങ്ങളൊന്നും ബാക്കി അവശേഷിക്കുകയില്ലാത്തതിനാൽ തന്നെ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തന്നെ ഒരു പുതിയൊരു ഊർജ്ജം തന്നെ ഇദ്ദേഹത്തിന് സൃഷ്ടിക്കാനായിട്ട് കഴിയും എന്ന കാര്യം നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്നതാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റാണ് ഒന്നും തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് അനുസരിച്ച് ശരിക്കും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യം നിശ്ചയിക്കുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.